എന്താ എന്താ ഇന്നലത്തെ പോലെ തന്നെ അതോ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടടാ. നെവിന്റെയും സുനീലന്റെയും ലക്ഷ്മിയുടെയും അമ്മ വന്ന്, ഫാമിലികളെല്ലാം വന്ന്, സഹോദരങ്ങളും ഒക്കെ വന്ന്. അപ്പൊ ലക്ഷ്മിയുടെ അമ്മ പറയുക, അവര് രണ്ട് പിന്നെ ലക്ഷ്മി വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ആദിലെയും നൂറയും കൂടെ വന്നാ എന്റെ വീട്ടിൽ കയറ്റാൻ വന്ന് സിറ്റ് ഔട്ടിൽ ഇരിക്കണമെന്ന്. അവരെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ സ്വന്തം വീട്ടിൽ പോലും പോവാത്ത പിള്ളേർ വന്ന് അവരുടെ സിറ്റ് ഔട്ടിൽ കയറി ഇരിക്കാനായിട്ട് അവര് ചെല്ലുവോ? ലാലേട്ടന്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു. അത് മോശമായ വർത്താനല്ലേ അവര് പറഞ്ഞത്. മോള് പറഞ്ഞതിന് ബദലായിട്ടാണല്ലോ. ബദലായിട്ട് അവര് വന്നിട്ട് വലിയ കാര്യമായിട്ട് പറയാം, നിങ്ങൾ വാ, അവള് കയറ്റിയില്ലെങ്കിൽ ഞാൻ സിറ്റ് ഔട്ടിൽ കയറ്റി ഇരുത്താം. വേണ്ടി പോവാ. അതുപോലെ തന്നെ അക്ബറിനെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുക. നല്ലപോലെ കളിക്കുന്ന ഇപ്പൊ. ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, അക്ബറാണ് ഏറ്റവും നല്ല കളിക്കുന്ന. നല്ല പ്ലെയർ എല്ലാരും കൂടെ വളഞ്ഞിട്ട് അങ്ങ് ആക്രമിക്കുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ അക്ബറിന്റെ ആരാധികയായി മാറിയില്ലേ? എനിക്ക് അത് മതി. അല്ല, ഞാൻ അനീഷിന്റെ ആരാധിക. തെറ്റ് കണ്ടാ പറയണ്ടേ? ചെയ്യുന്നത് അക്ബറിനെ വളഞ്ഞിട്ട് അവർ ആക്രമിക്കുക. അല്ല, അനീഷ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളതൊന്നും പറയുന്നില്ല. ഒന്ന് കളിയിൽ ഒന്ന് ശോകമായെങ്കിലും അവരുടെ ഉമ്മായും പെണ്ണുപിള്ളയൊക്കെ വന്നിട്ട് പോയതിനു ശേഷം അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഒന്നാം തരം പ്ലെയർ ആണ്. തളർത്താൻ നോക്കുന്ന എല്ലാരും കൂടെ ചേർന്ന് അവനെ ഒതുക്കാൻ നോക്കുന്ന. അതുപോലെ അനു ആണെങ്കിൽ ഭയങ്കര കുഴപ്പം, ഭയങ്കര അളുമ്പടാണ്, ഭയങ്കര അളുമ്പാണ്. ആ ഒരു മോളെ പോലെ കാണണം. അങ്ങനെ മോളെ പോലെ എനിക്ക് കാണാൻ പറ്റത്തില്ല. തെറ്റും കുറ്റം വന്നാൽ ഞാൻ പറയാം. പറഞ്ഞെന്ന് വെച്ചാൽ അനുവിന് വിഷമം വന്ന അപ്പോഴേ അല്ല, പിന്നെയും കൊള്ളത്തില്ല. പിന്നെയും ഭയങ്കര കുഴപ്പങ്ങളാണ്. പിന്നീട് കെട്ടിയുണ്ടോ ഇതിന്റെ അകത്ത്? പിന്നീട് കെട്ടിയവൻ പോയി. ഇന്ന് പോയോ? ഇന്ന് പറഞ്ഞു വിട്ട് മതിയായിട്ട് പോയത്. പിന്നീട് ഊപ്പാടും ചാപ്പാടും അവര് വരും. പിന്നെയും കൊള്ളത്തില്ല. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ അതിനകത്ത് അങ്ങ് വരവുക. പിന്നെ നമ്മുടെ ഇവന്റെ നെവിന്റെ ഒക്കെ ഫാമിലി വന്നിട്ടോ, നെവിന്റെ സഹോദരിയും അമ്മയും എല്ലാരും നല്ല അടിപൊളി. അതുപോലെ തന്നെ ഒനീലന്റെ അമ്മയും സൂപ്പർ. ലക്ഷ്മിയുടെ അമ്മയും കൊള്ളാം, പക്ഷെ അവരെ വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മോശമായി പോയി. കാണാൻ കൊള്ളാന്നും പറഞ്ഞ് അങ്ങ് കോലോത്തമ്മയാവുമ്പോ ഞാൻ കൊള്ളത്തില്ലല്ലോ. കാണാൻ കൊള്ളത്തില്ലേ? നിങ്ങളൊക്കെ എന്തൊക്കെ കാണിക്കണം? അതന്നെ, എന്തൊക്കെ കാണിക്കണം? നമ്മളെന്തെങ്കിലും കാണിക്കുന്ന പിന്നെ അങ്ങനെ കൊച്ചുങ്ങളെ പറയാൻ കൊള്ളാം. അങ്ങനെ കൊച്ചുങ്ങളെ പറഞ്ഞു. അപ്പൊ അടിയില്ലല്ലോ? നീ അടിയില്ല. അടി ഇനി ഗെയിം ഫാമിലി ഏകദേശം വന്ന് തീർന്നു. നിങ്ങൾ പിന്നെ അക്ബറിന്റെ ആരാധിക അല്ല, അനീഷിന്റെ ആരാധികയാണ്. തെറ്റും കുറ്റവും കണ്ടാ പറയണ്ടേ? ഇന്ന് ഞാൻ അക്ബർ നോട്ട് ചെയ്താൽ മതിയോ? മതിയല്ലേ? അപ്പൊ ഇനിയിപ്പം പോകുന്നത് മിക്കവാറും ലക്ഷ്മിയെ തന്നെ പറഞ്ഞു വിട്ടേ പറ്റും. അല്ല, ലാലേട്ടന് എന്തായാലും വീക്കെൻഡ് ആകുമ്പോ ഒന്ന് മെസ്സേജ് അയച്ചേ പറ്റും. ലാലേട്ടന് ഞാൻ മെസ്സേജ് അയക്കാം. കളി അങ്ങോട്ട് തുടങ്ങട്ട്. കാണാല്ലേ ഇവിടെ നടക്കുന്ന ഭൂകമ്പം? കാണാല്ലേ? ഇത്രയല്ലേ ഉള്ളു? അത്രേ ഉള്ളു. അത്രേ ഉള്ളു. അവര് പറഞ്ഞ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്മിയുടെ അമ്മ വളരെ മോശമായി. അവരെ കാണാൻ ചേലുണ്ട്, പക്ഷെ അവരെ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്മി അതുപോലെ തന്നെ ലക്ഷ്മിയെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. അല്ല, എനിക്ക് നല്ലപോലെ കളിക്കുമ്പോ ഇഷ്ടം, അല്ലാത്തപ്പോ ഇഷ്ടമല്ല.